കഴിഞ്ഞ ധനവർഷത്തിൽ കേരളത്തിൽ എന്തായിരുന്നു നടന്നിരുന്നത്? നമുക്കറിയാം. കേരളീയം എന്ന മാങ്കമാങ്കം നടത്തുന്നതിന് മുൻപായിട്ട് അതിനുള്ള സ്പോൺസർഷിപ്പ് അന്വേഷിച്ച് നടക്കുകയായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാരില്. ഒരുമാതിരി കൊള്ളാവുന്ന ഉദ്യോഗസ്ഥരെല്ലാം സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യാൻ നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നവകേരള സദസ്സ് കേരളീയം നടത്തി. അത് കഴിഞ്ഞ് നവകേരള സദസ്സ് നടത്തി. അതിനുള്ള ഓട്ടം. നവകേരള സദസ്സ് തന്നെ തീരുന്നത് ഡിസംബർ മാസത്തിലാണ്, ഡിസംബർ എൻഡിലാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും മുഖാമുഖം പരിപാടിക്ക് വേണ്ടി സ്പോൺസർഷിപ്പ് അന്വേഷിച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതികളെ, സുപ്രീം കോടതിയാണെങ്കിലും ഹൈക്കോടതിയാണെങ്കിലും ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ വിലാപം കോടതികൾ കാണണം. കാരണം ഇതൊക്കെ വലിയ അനീതിയാണ്. ഭരണസിരാ കേന്ദ്രത്തിൽ ഭരണം നിർത്തിവെച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് സ്വന്തം പാർട്ടിയെ വളർത്താനും വീണ്ടും വീണ്ടും ഭരണത്തിൽ എത്തിച്ചേരാനും, അതായത് വോട്ടേഴ്സിനെ കബളിപ്പിക്കാനും വേണ്ടിയാണ് ഇത്തരം മാമാങ്കങ്ങളുമായിട്ട് ഗവൺമെന്റ് നടക്കുന്നത്. അതിന്റെ ഏറ്റവും ദാരുണമായ എന്ന് പറയാൻ നമുക്ക്, അല്ലെങ്കിൽ ഏറ്റവും മോശമായ രീതിയിൽ ഈ പരികർമ്മത്തിന്റെ ദോഷഫലം ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാണ് യൂണിവേഴ്സിറ്റികൾ അതിന്റെ ദോഷഫലം ഏറ്റുവാങ്ങുന്നു. അവരുടെ നവോത്ഥാനത്തിന് സഹായകമായ ഫണ്ടിങ് കിട്ടുന്നില്ല. ആ ഫണ്ടിങ്ങിന് അവർ ശ്രമിക്കുന്നില്ല. ഗവൺമെന്റ് അതിന് തുനിയുന്നില്ല എന്ന് വെച്ചാൽ ഈ നാട്ടിലെ കുട്ടികളാണ്. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള അവഗണന സർവകലാശാലകൾ വഴി കുട്ടികളും ഇവിടുത്തെ യങ്സ്റ്റേഴ്സ്, ഇവിടുത്തെ ചെറുതലമുറ അനുഭവിക്കുന്നത് കൊണ്ടാണ് ക്രമേണ അവര് രംഗം വിട്ടു പോകുന്നത്. അതിനെ നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പേര് വിളിക്കുകയാണ്. അവരവരുടെ പേരൻസിന്റെ കയ്യിലുള്ള എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും പണയപ്പെടുത്തിയോ വിറ്റോ കിട്ടുന്ന പണം കൊണ്ടും ബാങ്ക് വായ്പ എടുത്തുമാണ് അങ്ങോട്ട് മറ്റ് ദേശങ്ങളിലേക്ക് പഠനാർത്ഥത്തിൽ പോകുന്നത്. അവിടെ അവര് പഠിച്ച് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്ത്, ഒരുപക്ഷെ നമുക്കറിഞ്ഞുകൂടാ, നമ്മുടെ ഇവിടുത്തെ വളരെ നല്ല തരത്തിൽ വിദ്യാഭ്യാസം കിട്ടിയവർ പോലും ഗൾഫ് കൺട്രീസിൽ പോയി വളരെ മോശമായ ജോലികൾ ചെയ്ത് പണം ഉണ്ടാക്കി നാട്ടിലേക്ക് അയക്കുകയും അവർ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും മാന്യമായ ജോലി തന്നെ ചെയ്യാൻ വേണ്ടി അല്ല പോകുന്നത്. ഇവിടെ ഒരു ജോലിയും ചെയ്യില്ല. മാന്യം എന്ന് പറയുന്ന തരത്തിലുള്ള ജോലികൾ ഇവിടെ കിട്ടില്ല. അത് ചെയ്യാനാണല്ലോ നമുക്കിവിടെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയുന്നില്ല, അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ചെയ്യുന്ന ജോലി ഇവിടുത്തെ ഏത് കുട്ടിക്കും ചെയ്യാവുന്നതാണ്. പക്ഷെ ആ തൊഴിലിന്റെ മാഹാത്മ്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾക്കോ അധ്യാപകർക്കോ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ വെളിയിലേക്ക് പോകേണ്ടി വരുന്നത്. എങ്കിലും ആകട്ടെ, ഇവിടെയുള്ള ക്യാമ്പസുകൾ തന്നെ സംരംഭക കേന്ദ്രങ്ങളാക്കി മാറ്റാം. ഇവിടെയുള്ള ക്യാമ്പസുകൾ തന്നെ സ്കിൽ നൈപുണിയുടെ ഉദാഹരണങ്ങളാക്കി മാറ്റാം. പക്ഷേ അതിനൊക്കെ വേണ്ടത് മൂലധനം ഇറക്കലാണ്. ആ മൂലധനം ഇറക്കണം ഉണ്ടെങ്കിൽ അത് മാത്രം പോരാ. മൂലധനം ഇറക്കുന്നതോടൊപ്പം തന്നെ ഗവേഷണ കൗതുകം കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കത്തക്ക രീതിയിൽ ഗവേഷണ ചാതുരിയുള്ള അധ്യാപകർ ഉണ്ടാകണം. അപ്പൊ ഇത് രണ്ടും കൂടിയാൽ മൂലധന ചെലവും നല്ല അധ്യാപകരും ചേർന്നാൽ മാത്രമേ ഒരു ക്യാമ്പസ് സംരംഭക ശേഷിയുള്ള, സ്കിൽ നൈപുണിയുള്ള, അന്വേഷണ ത്വരയുള്ള ക്യാമ്പസായി മാറുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ക്യാമ്പസുകളെ സൃഷ്ടിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്ന ഗവൺമെന്റ് ഉടനടി ഇറങ്ങിപ്പോവുകയാണ് വേണ്ടത്. ഭരിക്കുന്നു എന്ന നാണം കെട്ട പേരിന്, അതായത് ഭരിക്കുന്നു എന്ന് പറഞ്ഞു ഭരിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഇവിടെ ഭരണം നടക്കുന്നില്ല. അങ്ങനെ ഭരണം നടക്കുന്നില്ല. കാര്യക്ഷമമായ ഭരണം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞ് ഭരണത്തിലേക്ക് വന്ന മുഖ്യമന്ത്രിക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ ആ ഭരണം വിട്ട് അദ്ദേഹം ഇറങ്ങുകയാണ് വേണ്ടത്. എങ്കിൽ ഇവിടുത്തെ യുവതലമുറ ഇങ്ങനെ നശിച്ചു പോവുകയില്ല. ഇപ്പോൾ നോക്കൂ, ഓരോ യൂണിവേഴ്സിറ്റിക്കുമായി കിട്ടേണ്ടിയിരുന്ന എത്രയോ കോടിയാണ്, 100 മുതൽ 200 കോടി വരെ എത്ര യൂണിവേഴ്സിറ്റികൾക്കാണ് കിട്ടാനിരുന്നത്, അത് മുഴുവനും നഷ്ടപ്പെടുകയാണ്. ആരോടാണ് ഈ സങ്കടങ്ങൾ ഇവിടുത്തെ യുവജനത പറയുക? യുവജനങ്ങളെ, നിങ്ങൾ സംഘടിക്കുവിൻ. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ് എന്നുള്ളത് പൊതുജന സമക്ഷം നിങ്ങൾ പറയുക. നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുക. നിങ്ങൾക്കാകുന്ന രീതിയിൽ പ്രതികരിക്കുക. അങ്ങനെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടവരായി പോയാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ജീവിതം ഉണ്ടാവുകയില്ല, ഇവിടെ ഒരു തലമുറ ഉണ്ടാവുകയില്ല. ഇതൊരു വൃത്തസദനമായി മാറുന്നത് എല്ലാവരും നോക്കി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് സടകുടഞ്ഞെഴുന്നേൽക്കുവിൻ, ശക്തമായി പ്രതികരിക്കുവിൻ. യൂണിവേഴ്സിറ്റികൾ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ
യൂണിവേഴ്സിറ്റികളെ ഉണർത്തുവാൻ നിങ്ങൾ പിന്നെ ഇറങ്ങി പുറപ്പെടുവിൻ.